വീട്ടിലിരുന്ന് വേരിറങ്ങാന്നൊക്കെ കേട്ടിട്ടുള്ളൂ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ പുറത്ത് എവിടെയെങ്കിലും ഇറങ്ങണമെങ്കിൽ എൻ്റെ മെയിൻ കമ്പാനിയൻ ഇവളാണ് കേട്ടോ. ആൾക്കാണെങ്കിൽ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പം എന്താ ഞാൻ പോസ്റ്റാ. എന്നാൽ പിന്നെ ഒറ്റയ്ക്ക് അങ്ങ് ഇറങ്ങാമെന്ന് വെച്ചാലും എനിക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പം ആരെങ്കിലും കമ്പനിക്കില്ലെങ്കിൽ ആ ഒരു സന്തോഷം കിട്ടത്തില്ല. അങ്ങനെ ഈ ഒരാഴ്ച വീട്ടിലിരുന്നതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് അങ്ങ് ഇറങ്ങി നടക്കാമെന്ന് ഓർത്തു. ഇന്ന് ഈ വീഡിയോ മുഴുവൻ ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് വാൻകൂവറിൻ്റെ പ്രകൃതി സൗന്ദര്യമാണ് കേട്ടോ. ചുമ്മാ പറഞ്ഞതാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് പോകുന്ന വഴിക്കെല്ലാം നല്ല അടിപൊളിയായിട്ട് പൂക്കൾ കുറേ പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ നിങ്ങളെ ഇതൊക്കെ കാണിക്കുന്നത്. നല്ല ക്ലൈമറ്റ് ആയിരുന്നതുകൊണ്ട് ഒരു 2.5 കിലോമീറ്റർ അപ്പുറമുള്ള പാർക്കിലോട്ടേക്കാണ് നമ്മളീ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കാനഡയിൽ വന്നിട്ട് ഒരു 2 വർഷം ആയെങ്കിലും ഇത്രയും പച്ചപ്പ് ഹരിതാപയൊക്കെ ഞാനിവിടെ വാൻകൂവർ വന്നപ്പോൾ കേട്ടോ കാണുന്നത്. ഈ കാണുന്നതാണ് സ്പ്രിംഗ് സീസൺ ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രധാന ഐറ്റം. എല്ലാവർക്കും ഇത് കാണുമ്പോൾ ഇത്ര ആവേശം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാനിത് റീസെൻ്റ്ലി കാണുന്നതുകൊണ്ടായിരിക്കും എനിക്കിത് എവിടെ കണ്ടാലും ഒരു 2-3 ഫോട്ടോ എങ്കിലും എടുക്കണം. പിന്നെ വേറെ കുറേ വെറൈറ്റി പൂവും കായൊക്കെ കണ്ടു. പക്ഷെ അതിൻ്റെ ഒന്നും പേരെനിക്കറിയാൻ പാടില്ല. ഇത് കണ്ടോ, നമ്മുടെ മഞ്ചാടിക്കുരു പോലെയില്ല ഏകദേശം കാണാൻ. നടന്ന് അവസാനം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ എത്തി. നമ്മൾ സെൻട്രൽ പാർക്കിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ അതിൻ്റെ എന്തോ ഹിസ്റ്ററിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും വായിക്കാൻ നിന്നില്ല. കുറച്ചങ്ങ് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ചെറുതായിട്ട് പണി പാളി എന്നുള്ള കാര്യം മനസ്സിലായത്. കാരണം ഗൂഗിൾ മാപ്പിൽ നമ്മൾ എത്തിയ പാർക്ക് വരെ കറക്റ്റായിരുന്നു. പക്ഷെ അവിടുന്ന് നമ്മളൊരു ലേക്കിലോട്ട് പോകാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ ഇതിൽ കാണിച്ച വഴിയിൽ കൂടെ പോയപ്പം ഏതോ ഒരു കാടിൻ്റെ നടുക്കാണ് നമ്മൾ എത്തിപ്പെട്ടത്. അത് എങ്ങോട്ട് നോക്കിയാലും കാട്, ഒരു മനുഷ്യ കുഞ്ഞിനെ അങ്ങോട്ട് കാണാനുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചെറുതായിട്ട് പേടിയൊക്കെ ആവാൻ തുടങ്ങി. എനിക്ക് റോങ് ടേൺ സിനിമയൊക്കെയാണ് ഓർമ്മ വന്നത്. സമയം ഓൾമോസ്റ്റ് സൺസെറ്റ് ആവാനായതുകൊണ്ടും ഇനി അങ്ങോട്ടേക്ക് നടന്നാൽ ഒരു തേങ്ങയും കാണാനില്ലെന്ന് മനസ്സിലായതുകൊണ്ടും നമ്മൾ തിരിച്ചു നടന്നു. ഗൈസ്, നമ്മളേതോ കാട്ടി പെട്ടുപോയി. ഇപ്പോഴാണൊന്ന് മനുഷ്യന്മാരെ കണ്ട് എന്റെ ശ്വാസം നേരെ വീണത്. ശരിക്കും പിന്നെ ഇപ്പം എന്താ, അതിലൂടെ കുറച്ചു നേരം കൂടെ തെണ്ടി നടന്ന് ആ മരത്തിൻ്റെ കീഴിൽ നിന്ന് 2-3 ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങ് പോരാന്ന് വിചാരിച്ചു. ഇപ്പോഴത്തേക്ക് സമയം ഏകദേശം ഒരു 8:15 ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പം സമ്മറൊക്കെ ആവാറായതുകൊണ്ട് ഒരു 8:30 ആയാലേ നേരെ ഇരുട്ടുള്ളൂ. പിന്നെ വരുന്ന വഴിക്ക് ഒരു കടയിൽ കയറി കുറച്ച് ലേസും കുറച്ച് ബ്രെഡൊക്കെ വാങ്ങി ഇങ്ങ് പോന്നു.